കണ്ട അലവലാദികളുടെ കണ്ട ഹോട്ടലിൽ കയറി നിരങ്ങാനല്ലടി നിന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിച്ചത്. ശബ്ദിച്ചു പോരുത്. ഹോസ്റ്റലിൽ താമസിച്ചുള്ള നിന്റെ പഠിത്തം ഇന്നുകൊണ്ട് മതിയാക്കാം. ഇനി വീട്ടിൽ താമസിച്ച് പഠിച്ചാൽ മതി. പോയി പെട്ടിയും കിടക്കെടുത്തണ്ടാ. ആ നേത്രൻ, സിന്ധു ഞാൻ കൊണ്ടുപോവാ. എന്താ എല്ലാരും ഇവിടെ നോക്കി നിൽക്കുന്നത്? എല്ലാരും അവരവരുടെ റൂമിലോട്ട് പോണം. സാറിന് നേരത്തെ വന്ന് ഇവിടെ കുത്തിയിരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സിന്ധുവിനെ വിളിച്ചോണ്ട് വരില്ലായിരുന്നു. അപ്പേ രണ്ടുപേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു തീർക്കണം. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഉടനെ വരും. കേട്ടില്ലേ? ഓ, ആ രമേശിന് ഇവിടെ വെച്ച് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയണം. എന്തോ പറഞ്ഞത്? ഒന്നുമില്ല, സാറ് പോയാട്ടെ. ആ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഇന്നലെ ഞാൻ പോയതിനു ശേഷം ചേട്ടനുമായി അവിടെ വെച്ച് വഴക്കുണ്ടായില്ലേ? ഓ, അയാളാണോ നിന്റെ ചേട്ടൻ? ചേട്ടന്റെ പ്രകൃതം അതാണ്. എല്ലാരോടും വെറുപ്പാണ്. ഇന്നലെ ചേട്ടൻ ഹോസ്റ്റലിൽ വന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്നാണ് കോളേജിൽ പോകുന്നത്. ഓ, ചേട്ടന് വേണ്ടി മാപ്പ് ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. എന്താ സിന്ധു ഇത്? അതൊന്നും സാരമില്ല. എന്താ സെന്റിമെന്റൽ സിനിമയിലെ ക്ലൈമാക്സ് പോലെ ഇത് കരച്ചിലും വീഴ്ചലും ഒക്കെ? മമ്മി ആരാ വന്നിരിക്കുന്നു നോക്കിയേ. ഇപ്പൊ വന്നുള്ളൂ. നിന്ന് ഈടായിട്ട് ഇങ്ങോട്ട് എങ്ങും കാണാറില്ലല്ലോ. ഒരുപാട് പഠിക്കാനുണ്ട് ആന്റി. നീ ഇവർക്ക് കാപ്പി വല്ലതും കൊടുത്തോ? കാപ്പി അല്ലമ്മേ അവർക്ക് ആവശ്യം. ഞാൻ ഇപ്പൊ വരാം. മുറിയിലേക്ക് പോവാം. അപ്പോഴേ സാറേ അങ്ങോട്ട് മണത്ത് വന്നേക്കരുത്, പറഞ്ഞേക്കാം.